അറബ് സംസാരിക്കുന്നതുകൊണ്ടോ ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവാചകൻ്റെ പേര് പറയുന്നതുകൊണ്ടോ പിന്നെ ചരിത്രപരമായ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതുകൊണ്ടോ ഒന്നും അതൊരു പ്രവാചകചര്യയാവില്ലെന്നും സത്യസന്ധവും നീതിപൂർവമായ നിലപാടിലൂടെ വേണം പ്രവാചകചര്യ ഉയർത്തിപ്പിടിക്കേണ്ടതെന്നും ബഹ്റൈന് കൃത്യമായ മറുപടിയുമായി ടെഹ്റാൻ രംഗത്തെത്തി. ഇസ്മായിൽ ബഗൈ എന്ന വിദേശകാര്യ വക്താവാണ് കൃത്യമായി ബഹ്റൈനോട് ഇത്തരമൊരു നിലപാട് പറഞ്ഞത്. അത് പറയാനുണ്ടായ സാഹചര്യം നിരന്തരമായി ബഹ്റൈനെ ആക്രമിക്കുമ്പോൾ ഈ അറബ് ലോകത്ത് ബഹ്റൈൻ്റെ പ്രാധാന്യവും വിശ്വാസത്തിൻ്റെ അടയാളവും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുമൊക്കെ ചൂണ്ടിക്കാണിച്ച് തങ്ങൾക്ക് നേരെ നടത്തുന്ന അക്രമം അനിസ്ലാമികമാണെന്നും അത് നിർത്തിവെക്കണമെന്നുമുള്ള സ്റ്റേറ്റ്മെൻറ്റുമായി ബഹ്റൈൻ രംഗത്ത് വന്നിരുന്നു. അതിന് മറുപടിയായാണ് ഇസ്മായിൽ ബഗൈ പറഞ്ഞത്. ഇസ്മായിൽ ബഗൈ പറഞ്ഞത് പ്രവാചകൻ ഒരിക്കലും അറബ് ഭാഷ സംസാരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും മഹത്വമോ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായി ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും മഹത്വമോ ചരിത്രപരമായി എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന പൂർവ്വകാല ചിന്തകളുടെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല പ്രവാചകൻ നീതിയെയും സത്യത്തെയും വ്യാഖ്യാനിച്ചത്. മറിച്ച് ഒരിക്കലും അനീതിയുടെ പക്ഷത്ത് നിന്ന് അടിച്ചമർത്തുമ്പോൾ ആ അടിച്ചമർത്തപ്പെടുന്നവനെ ആക്രമിക്കാനുള്ള ആയുധം നൽകുകയും അവനുവേണ്ടി വാദിക്കുകയും അവനുവേണ്ടി താവളമൊരുക്കുകയും ചെയ്യുന്നതല്ല പ്രവാചകചര്യയെന്നും മറിച്ച് നീതിയുടെ പക്ഷത്ത് നിന്ന് അടിച്ചമർത്തുന്നവന് വേണ്ടി നിലപാടെടുക്കുക എന്നതാണെന്നും അത് കൃത്യമായി പ്രവാചക വചനങ്ങളായി ഖുർആനിക വചനങ്ങളായി അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണെന്നുമാണ് ഇസ്മായിൽ ബഗൈ കൊടുത്ത മറുപടി. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ബഹ്റൈൻ ഈ ചരിത്രപരമായ സംഗതികളെല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോഴും അമേരിക്കയ്ക്ക് താവളമൊരുക്കി ഒരു വലിയ ഇസ്ലാമിക സംസ്കൃതിയെ തകർക്കാൻ കുറേ മനുഷ്യരെ ഇല്ലാതാക്കാൻ ആസൂത്രിതമായി ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനെല്ലാ ഒത്താശകളും സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ശേഷം ഈ ചരിത്രം പറയുന്നതിൽ യാതൊരർത്ഥവുമില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇറാൻ ബഹ്റൈനിലെ അമേരിക്കൻ താവളങ്ങളെ ആക്രമിച്ചപ്പോൾ അത് ഇസ്ലാമിക വിരുദ്ധമായും അറബ് വിരുദ്ധമായും ഒക്കെ വ്യാഖ്യാനിച്ചതിനുള്ള മറുപടിയായിട്ടാണ് ബഹ്റൈന് ഈ മറുപടി ഇറാൻ കൊടുത്തത്.